വയനാടിൽ കരടിയെ കണ്ടെത്തി. തെരച്ചിലിനൊടുവിൽ കരടിയെ കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയാണ്. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പൻ ചേരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് സംഭവിക്കുന്നത്? കരടിയെ കണ്ടെത്തിയെന്ന് അറിയാൻ സാധിക്കുന്നു, വിവരങ്ങൾ. വയനാട് വെള്ളമുണ്ടയിലാണ് കരടിക്കായുള്ള തെരച്ചിലിനൊടുവിൽ കരടിയെ കണ്ടെത്തിയത്. കരിങ്ങാരിയിലാണ് കരടിയെ കണ്ടെത്തിയെന്നുള്ള വാർത്തകൾ വരുന്നത്. മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അറിയാൻ സാധിക്കുന്നു. മറ്റൊരു തോട്ടത്തിൽ നിന്ന് കരടി വയലിലൂടെ ചാടുകയായിരുന്നു. വിവരങ്ങളുമായി സുർജിത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, വിശദാംശങ്ങൾ. കീർത്തന, കരിങ്ങാലി വയൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ തോട്ടത്തിലാണ് ഇപ്പോൾ നിലവിൽ കരടിയുള്ളത്. മറ്റൊരു തോട്ടത്തിൽ നിന്ന് ഇത് ചാടി ഇപ്പുറത്തേക്ക് വരികയായിരുന്നു. ആ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷിയായി. പക്ഷേ അതിൻ്റെ ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ കഴിഞ്ഞ 40 മണിക്കൂറിലേറെയായി ജനവാസ മേഖലയിൽ കരടിയുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ പയ്യമ്പള്ളി മേഖലയിൽ ആദ്യമായി ഈ കരടിയെ കാണുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം വള്ളിയൂർക്കാവിൽ ഈ കരടി എത്തി. പിന്നീട് എടവക പഞ്ചായത്തിലേക്ക് ഈ കരടി നീങ്ങി. തോണിച്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കരടിയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇതിനുശേഷം ഇത് ഇപ്പോൾ വെള്ളമുണ്ട പഞ്ചായത്തിൻ്റെ പരിധിയിലാണ്, ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കരടിയുടെ സാന്നിധ്യമുള്ളത്. ഈ മേഖലയിൽ ഈ വയലാണ്. ഈ വയലിൽ നിന്നുള്ള ഒരു ദൃശ്യം നേരത്തെ ഉച്ചയോടുകൂടി പുറത്തു വന്നതാണ്. ഈ വയലിലൂടെ കരടി ഓടുന്ന ദൃശ്യം. ഇതിനുശേഷം ഇത് ഇത്തരത്തിലൊരു പ്രദേശത്ത് ഒരു കൊല്ലിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനുശേഷം ഇതിനെ മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിനിടയിലാണ് പടക്കം പൊട്ടിച്ചും മറ്റും ഇതിനെ പുറത്തു ചാടിക്കാനുള്ള ശ്രമം നടത്തി. ഇതിനിടയിൽ ഇത് പുറത്തു ചാടി ഇപ്പോൾ മറ്റൊരു ഇടത്ത്, അതായത് ഇതുപോലെ തന്നെ ഒരു തുരുത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും അതിനെ മയക്കുവെടി വെക്കാനുള്ള ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. വയനാട്ടിലെ RRT സംഘം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടർ അജേഷ് വിശ്വനാഥിൻ്റെ നേതൃത്വത്തിലുള്ള RRT സംഘമാണ്, അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മളിവിടെ എത്തുന്ന സമയത്താണ് ഇവിടെ പടക്കം പൊട്ടിക്കുകയും തൊട്ടു പിന്നാലെ കരടി കണ്ണിൻ്റെ മുന്നിലൂടെ തന്നെ ചാടി ഇപ്പുറത്തേക്ക് വന്നത്. ആ ദൃശ്യത്തിന് നമ്മൾ സാക്ഷിയായതാണ്. ഈ നാട്ടുകാരും ഇവിടെ കൂടി നിൽക്കുന്ന ഈ മനുഷ്യരും ഇവരെല്ലാം തന്നെ ആ ദൃശ്യത്തിന് സാക്ഷികളായിട്ടുള്ള ആളുകളാണ്. ചേട്ടാ, കണ്ടതല്ലേ എന്താണ് കണ്ടതെന്ന് പറയൂ, ആ അനുഭവം ഒന്ന് പങ്കുവെക്കൂ. ഞങ്ങൾ നിൽക്കുമ്പോൾ കാട്ടിൽ നിന്ന് ചാടുന്നതാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 12:30 മണിക്ക് ഇവിടുന്നാണ് അത് ചാടി വന്നത് ഇങ്ങോട്ടേക്ക്. നിങ്ങളെ സംബന്ധിച്ച് ഇയാൾ രാവിലെ മുതൽ അതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. ഞാൻ എന്തൊക്കെയാണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ കരിങ്ങാലി വശത്തു നിന്ന് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ പാലാന വർഷം അവിടെ കണ്ടെന്ന് പറഞ്ഞ് അവിടത്തേക്ക് എത്തി. അവിടെ നിന്നെല്ലാം കൂടി ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവിടുന്ന് ഓടിച്ചു കൊണ്ടുവന്നതാണ് ഈ കക്കടവിലേക്ക്. കക്കടവ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ നിലവിൽ കരടിയുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ വയൽ മുഴുവൻ നിറയെ ആളുകളാണ്. കാരണം ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള അത്തരത്തിലുള്ള നീക്കമാണ് വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. എന്തായാലും ഇവിടെ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നു, അപ്പുറത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി നിൽക്കുന്നു. എല്ലാവരും ഇതിനെ കൃത്യമായ രീതിയിൽ തന്നെ ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ തുരുത്തിനകത്താണ് ഈ കരടി നിലവിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഈ കരടിയുടെ തന്നെ ഈ പ്രശ്നം ഇവിടെ നിഴലിക്കുന്നുണ്ട്. അത് ഈ വെള്ളമുണ്ട പഞ്ചായത്തിലേക്ക് വന്നത് ഇന്നലെ രാത്രിയും ഇന്നുമായാണ് വെള്ളമുണ്ട പഞ്ചായത്തിലേക്ക് വന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം എടവക പഞ്ചായത്തിൽ, അതിനു മുമ്പ് ഈ മാനന്തവാടി നഗരസഭയ്ക്കുടെ ആ ഭാഗമായ പ്രദേശത്ത് ഇവിടെ എല്ലാം തന്നെ ഇത്തരത്തിൽ കരടിയുടെ സാന്നിധ്യം ഉണ്ട്. അതേ കരടി തന്നെയാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇതിന് ഒളിക്കാനുള്ള ധാരാളം സൗകര്യങ്ങളുള്ള അതിൻ്റെ ഭൂപ്രദേശം അങ്ങനെയാണ്. വയലുകളും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഉള്ള തുരുത്തുകളും ചെറിയ കുന്നുകളും എല്ലാം ഉള്ള ഒരു മേഖലയാണ് ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ ഈ കരിങ്ങാലി എന്ന് പറയുന്ന പ്രദേശം. ഇവിടെയാണ് ഇത്തരത്തിൽ ഉള്ള കരടിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നാട്ടുകാരെല്ലാം തന്നെ ഇതിൻ്റെ പുറകിലാണ്. ഈ മാത്രമല്ല വലിയ രീതിയിലുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതിയും നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. എന്തായാലും ഇപ്പോഴും ഈ കരടിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പിടികൂടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ വയലിൽ നമുക്ക് കാണാം, ആ വയലിൽ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നു. അപ്പുറത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാൻ പറ്റും. ഒരു ഭാഗത്ത് ഡാർട്ടിംഗ് ടീം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മയക്കുവെടി വെച്ച് പിടികൂടുക
എന്നുള്ള തരത്തിലുള്ള ആ ഒരു ദൗത്യത്തിലേക്കാണ് വനംവകുപ്പ് കടക്കുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിൽ വെറ്റിനറി ഉദ്യോഗസ്ഥനാണ്, ഫോറസ്റ്റ് വെറ്റിനറി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം RRT ടീമിലെ വിഷ്ണു അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ മറ്റ് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ കരടിയെ മയക്കുവെടി വെക്കാനുള്ള അത്തരത്തിലുള്ള ദൗത്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ അതിനെ മറ്റൊരു മേഖലയിലേക്ക് ഓടിച്ചു വിടേണ്ടി വരും. പക്ഷേ ഈ അടുത്തൊന്നും വനമേഖലയില്ല എന്നുള്ളത് ഒരു ചെറിയ ആളുകളുടെ പ്രതിസന്ധിയാണ്. ആളുകളെ സംബന്ധിച്ച് വളരെ ജാഗരൂകരായ ആളുകൾ നിലയുറപ്പിച്ച് നിൽക്കുന്നു. മാത്രമല്ല കരടി എവിടെയാണുള്ളതെന്നുള്ള സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞു. എന്തായാലും അതൊന്നും പുറത്തു ചാടിച്ച ശേഷം അവിടെ നിന്നും വെടിയുതിർക്കാനുള്ള അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. കീർത്തന. സുർജിത്ത്, എന്തായാലും 2 ദിവസമായി ഭീതി പരത്തുന്ന ഒരു കരടിയാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ കക്കടം എന്ന പ്രദേശത്ത് ഒരു തുരുത്തിലാണ് കരടി ഉള്ളത് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ RRT സംഘവും സ്ഥലത്തുണ്ട്. ഇന്ന് തന്നെ കരടിയെ വെടിവെക്കാൻ സാധിക്കുമോ? കാരണം ഇപ്പോൾ 5:45 സമയം, എന്തായാലും ഇരുട്ടാവുകയാണ്. ഇന്ന് തന്നെ കരടിയെ വെടിവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയാവും. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള നീക്കമാണ് RRT സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? സുർജിത്ത്. നിലവിൽ 2 DFOമാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. DFO മാർട്ടിൻ ലോവൽ, അതോടൊപ്പം തന്നെ ഷജ്ന കരീം. നോർത്ത് DFO ആണ് മാർട്ടിൻ ലോവൽ, ഷജ്ന കരീം ഇവിടുത്തെ സൗത്ത് DFO ആണ്. ഇവർ രണ്ടുപേരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ഭാഗമായാണ് അവർ എത്തിയിട്ടുള്ളത്. എന്തായാലും അവരാണ് ഈ ദൃശ്യത്തിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അവരാണ് RRT ടീം. ഒപ്പം തന്നെ പിറകിൽ ജനങ്ങളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൗത്യം മുന്നോട്ട് പോവുകയാണ്. ഇരുൾ വീഴുന്നു. അതിനു മുമ്പെങ്കിലും ഈ മയക്കുവെടി വെക്കാനാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വെടി ഉതിർക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇരുൾ വീഴുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആകും എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ വലിയ അളവിലുള്ള ഒരു അലോസരമാണ് ഈ വന്യമൃഗങ്ങൾ ഈ മേഖലയിൽ, വയനാടിൻ്റെ പൊതു മേഖലയിലെല്ലാം തന്നെ ഉള്ളത്. കടുവയായും കരടിയായും അതോടൊപ്പം തന്നെ മറ്റ് ആന ഉൾപ്പെടെ ശല്യം വലിയ അളവിലുണ്ട്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ കരടിയുടെ സാന്നിധ്യം വെള്ളമുണ്ട മേഖലയിലുള്ളത്. ഇവർ കൂടിയാലോചനകൾ നടത്തി വരുന്നു. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സൗത്ത് DFO ഷജ്ന കരീം, അതോടൊപ്പം തന്നെ നോർത്ത് DFO മാർട്ടിൻ ലോവൽ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാടശേഖരത്തിലെല്ലാം തന്നെ ആളുകൾ അവിടെ ഇവിടെയായി കൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും മയക്കുവെടി വെക്കും എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെയുള്ള ആളാണോ ചേട്ടാ? രാവിലെ മുതൽ എന്താണ് സ്ഥിതി? മെമ്പറാണ്. അതല്ല, മെമ്പറാണോ? എന്താണ് ഇവിടുത്തെ പൊതുസ്ഥിതി? മെമ്പർ പറയും. രാവിലെ 7 മണിക്കാണ് നമ്മൾ അറിഞ്ഞത്. അന്നേരം തന്നെ ജനങ്ങളെല്ലാം ഭീതിയിലാണ്. പിന്നെ അന്നേരം തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും മെസ്സേജ് ഇട്ടു, സ്കൂൾ കുട്ടികൾ വരാൻ പറ്റുന്നവർ വന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഇത്രയും ജനങ്ങൾ രാവിലെ തന്നെ നാട്ടുകാരും എല്ലാ സഹകരണത്തോടു കൂടി കരടിയെ പിടിക്കാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഇവിടേക്ക് എപ്പോഴാണ് കണ്ടത്? ഈ പ്രദേശത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം. അതുവരെ കരിങ്ങാലി ഭാഗത്തായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. വയലിലൂടെ ഓടുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നല്ലോ. വന്നു. ഇവിടെ തന്നെ അപ്പുറ വയൽ. എന്നിട്ട് ആളുകളെ സംബന്ധിച്ചൊക്കെ വലിയ ഭീതി, അത് ഭയങ്കര ഭീതി തന്നെയാണുള്ളത്. എന്നുവെച്ചാൽ ഇന്നലെ അവിടെ പോയിട്ട് ഒരു വീട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കുടിച്ചു. പിന്നെ ഇവിടെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് അവിടുത്തെ പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ എടുത്ത് കുടിച്ചു എന്നാണ് പറയുന്നത്. വാതിൽ പൊളിച്ചിട്ട് ഇരുട്ട് വീഴുന്നു. അത് ബാധിക്കും. ഇത് കണ്ടെത്താനുള്ളൊരു ഇതുണ്ടാവും. ലൈറ്റും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അതൊരു ഭയം തന്നെയാണ്. ഈ പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം എങ്ങനെയാണ്? വയലും ചെറിയ വലിയ വിശാലമായ വയലാണ്. കുനി പ്രദേശങ്ങളുമുണ്ട്. തുരുത്തുകൾ ഇങ്ങനെയുണ്ട്. വേറെ ഫോറസ്റ്റ് ഏരിയ ഇല്ല. ഫോറസ്റ്റ് പിന്നെ പടിഞ്ഞാറത്തെ ഏരിയയാണ്. പിന്നെ വണാസുരം മലയും പോകണം. എത്ര ദൂരമുണ്ട് ഇവിടുന്ന് കാട് മേഖല? 10 കിലോമീറ്റർ ഉണ്ടാവും. 10 കിലോമീറ്റർ, 10-ലേറെ കിലോമീറ്റർ അകലെയാണ് ഇവിടെ വനം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. അതായത് ഇത് പൂർണ്ണമായും ജനവാസ മേഖലയാണ്. നെൽകർഷകർ, അതോടൊപ്പം തന്നെ റബ്ബർ കർഷകർ, കമുകിൻ കർഷകർ ഇവരെല്ലാം തന്നെ അധിവസിക്കുന്ന മേഖലയാണിത്. ഇത് തന്നെയാണ് വലിയ അളവിലുള്ള ഒരു ആശങ്കയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടെത്തി കഴിഞ്ഞ് ഈ മയക്കുവെടിയിലേക്ക് കടക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ തമ്പടിച്ച് നിൽപ്പുണ്ട്. അവരെല്ലാം തന്നെ RRT
സംഘം എത്തിയിട്ടുണ്ട്, വെറ്റിനറി സംഘം എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ കരടിയെ കൃത്യമായ രീതിയിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ വെടിയുതിർക്കാനുള്ള ഒരു ശ്രമമാണിപ്പോൾ ഈ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകളെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇവർ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംസാരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും അവരോട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇവർ സംസാരിക്കാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സർ നമ്മുടെ ആക്ഷൻ എങ്ങനെയാണ്? ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയാനാ, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട ഇല്ല, നമുക്കത് നോക്കണ്ടേ, പ്രൊട്ടക്ഷൻ എല്ലാവരുടെയും നോക്കണം. അത് നോക്കുന്നുണ്ട്, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, ഓക്കെ, താങ്ക് യു. നോർത്ത് DFO ആണ് സംസാരിച്ചത്. ഒപ്പം തന്നെ സൗത്ത് DFO ഷജന കരീം എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ നേതൃത്വത്തിൽ ഈ തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള ഒരു തരത്തിലുള്ള ദൗത്യമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് ആളുകളെല്ലാം തന്നെ ഈ മേഖലയിൽ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കരടി നേരത്തെ പ്രത്യക്ഷത്തിൽ തന്നെ കരടി എത്തി, അതായത് ഒരു തുരുത്തിൽ നിന്ന് മറ്റൊരു തുരുത്തിലേക്ക് അത് ചാടുകയായിരുന്നു. ആ കാഴ്ചയ്ക്ക് ഇവിടെ എല്ലാവരും സാക്ഷിയായ ആളുകളാണ്. ഈ നാട്ടുകാരെല്ലാം തന്നെ സാക്ഷികളായ ആളുകളാണ്. ഇതിനെ പിടികൂടാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷയാണ്. കഴിഞ്ഞ 40 മണിക്കൂറിലേറെയായി ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു അലവസരം സൃഷ്ടിക്കപ്പെടുന്ന വിധത്തിലാണ് ഈ കരടിയുടെ സാന്നിധ്യമുള്ളത്. ജനവാസ മേഖലയാണ്. ആളുകളെ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. കീർത്തന. യെസ് സുർജിത്, നേരത്തെ ആ നാട്ടുകാരൻ സൂചിപ്പിച്ച പോലെ വിശാലമായ വയൽ ഉള്ള ഒരു സ്ഥലമാണ്. ഈ വനപ്രദേശം ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ്. ഇരുൾ വീഴുന്നതിന് മുന്നേ കരടിയെ പിടിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെയെങ്കിൽ തന്നെ ഈ തുരുത്ത്, അതിന് ചുറ്റുമുള്ള സ്ഥലം സെക്യൂർ ചെയ്യാനുള്ളൊരു നീക്കം, അല്ലെങ്കിൽ അത് സുരക്ഷിതമാക്കാൻ കരടി മറ്റൊരു ഭാഗത്തേക്ക് പോകാതിരിക്കാനുള്ള ഏതെങ്കിലും നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കീർത്തന, ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം ഈ വിധത്തിലാണ്. നമുക്ക് ആ ഭൂമിശാസ്ത്രം കൃത്യമായ രീതിയിൽ തന്നെ കാണിക്കാൻ കഴിയും. ഇവിടെ വയലാണ്. ഈ വയലിനിടയ്ക്ക് തുരുത്തുകളുണ്ട്. അതായത് കവുങ്ങുകളും തെങ്ങുകളും എല്ലാം തന്നെയുള്ള തുരുത്തുകളുണ്ട്. ഈ തുരുത്തുകളിൽ ഒരു തുരുത്തിൽ നിന്ന് മറ്റൊരു തുരുത്തിലേക്കാണ് അല്പസമയം മുമ്പ് കരടി എടുത്ത് ചാടിയത്. അതായത് വയലിലൂടെ കയറിയ ശേഷം എടുത്ത് ചാടിയത് ഒരു തുരുത്തിൽ നിന്ന് മറ്റൊരു തുരുത്തിലേക്കാണ്. ആ കാഴ്ചയ്ക്ക് നമ്മളും സാക്ഷിയായതാണ്. കാരണം ഇവിടെ എത്തിയ ഉടൻ തന്നെയാണ് ആ ദൃശ്യം, ആ കാഴ്ച കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു തുരുത്തിൽ നിന്ന് വയലിലൂടെ മറ്റൊരു തുരുത്തിലേക്ക് കരടി എടുത്ത് ചാടുന്നത്. അത് തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, ഏതാണ്ട് അടുത്തടുത്ത തുരുത്ത് തന്നെയാണ്. അത്തരത്തിൽ ഒരു തുരുത്തിൽ ഈ കരടി ഉണ്ട് എന്നുള്ള തരത്തിൽ അതൊരു സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. കാരണം ഇത് ഇവിടെയുണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം കൃത്യമായി സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആളുകളോടെല്ലാം തന്നെ വളരെ ജാഗ്രത പാലിച്ച് നിൽക്കണം എന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെല്ലാം തന്നെ ഓരോ കൂട്ടങ്ങളായി ഓരോ ഭാഗത്തായി നിലയുറപ്പിച്ച് നിൽക്കുന്നത്. പക്ഷേ അത് പെട്ടെന്ന് അക്രമോത്സുകത പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു മൃഗമാണ് കരടി എന്നുള്ളതാണ് ആളുകൾ ബഹളം വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ കരടിയെ ആ കൊല്ലിയിൽ നിന്ന് പുറത്ത് ചാടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പടക്കം പൊട്ടിച്ചും മറ്റുമായി അതിനെ പുറത്തേക്ക് ചാടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പടക്കം പൊട്ടുന്നുണ്ട്. എന്തായാലും ഈ കരടിയെ പുറത്തേക്ക് എത്തിച്ച ശേഷം വെടിയുതിർക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൊല്ലി കേന്ദ്രീകരിച്ച് തന്നെ കരടി അവിടെ തന്നെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് നിന്ന് ഇനി ഇത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടക്കണമെങ്കിൽ അതൊരു വിജനമായ പ്രദേശത്ത് ആകണം. ആ വിജനമായ പ്രദേശത്തേക്ക് ഇറക്കിയ ശേഷം മയക്കുവെടി വെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ വളരെ ജാഗ്രതയോടുകൂടി മയക്കുവെടി വയ്ക്കുന്നതിൻ്റെ ഭാഗമായി നിലയുറപ്പിച്ച് നിൽക്കുന്നു. നാട്ടുകാരും കടുത്ത ജാഗ്രതയിൽ തന്നെ നിലനിൽക്കുന്നു. അതിനെ പുറത്തേക്ക് അവിടെ പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ പടക്കം പൊട്ടുന്ന ശബ്ദം നമുക്ക് ഈ കൊല്ലിയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഡാർട്ടിംഗ് ടീം സജ്ജരായി നിൽക്കുന്നു. മാത്രമല്ല RRT സംഘം ഒരു ഭാഗത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്നു. അതിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ദൗത്യം ഇന്ന് നടക്കും എന്നുള്ള പ്രതീക്ഷയാണ്. തുടരുക, ഒരിടവേളയിലേക്ക് കടക്കേണ്ടതുണ്ട്. വയനാട് വെള്ളമുണ്ടയിലാണ് ഭീതി പരത്തിയ കരടിയെ കണ്ടെത്തിയത്. RRT സംഘം സ്ഥലത്ത് തുടരുകയാണ്. മയക്കുവെടി വെക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം.